ആസിഫ് അലി എന്ന നടൻ്റെ തുടർ പരാജയങ്ങളിൽ അസ്വസ്ഥരായിരുന്നു മലയാളി പ്രേക്ഷകർ. പരിഹാസവും കുത്തുവാക്കും ഫ്ലോപ്പും നിരന്തരം ഏറ്റുവാങ്ങിയ ഒരു നടനായി ആസിഫ് അലി മുദ്ര കൽപ്പിച്ച കാലം മാറി. ആസിഫും ഇന്ന് ഓരോ മലയാളി പ്രേക്ഷകർക്കും തിയേറ്ററിൽ കയറാൻ ഉള്ള ഉറപ്പിൻ്റെ കൂടി പേരായി ആസിഫ് അലി മാറിയതിന് പിന്നിൽ നിശ്ചയദാർഢ്യത്തിൻ്റെ, ആത്മവിശ്വാസത്തിൻ്റെ ഒരു കഥ പറയാനുണ്ട്. ഒരു താരം എന്നതിലുപരി നല്ലൊരു നടനായി മാറാനുള്ള അയാളുടെ പ്രയത്നങ്ങളും പരിശ്രമങ്ങളും ഒന്നും നിസ്സാരമായിരുന്നില്ല. രേഖാചിത്രം നിറഞ്ഞ കയ്യടിയോടെ തിയേറ്ററിൽ ഓടുമ്പോൾ ആസിഫിൻ്റെ പഴയ കുറച്ച് കഥാപാത്രങ്ങളിലൂടെ നമുക്കൊന്ന് എത്തി നോക്കാം. ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത ഋതുവിലെ സണ്ണിയായിരുന്നു ആസിഫ് അലിയുടെ സിനിമയിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്. ഒരു തുടക്കക്കാരൻ എന്ന നിലയിലും ആസിഫ് അലിയുടെ വളരെ മനോഹരമായ കഥാപാത്രമായിരുന്നു സണ്ണി ഇമ്മട്ടി. നെഗറ്റീവ് ഷെയ്ഡ് കഥാപാത്രമായിരുന്നിട്ട് കൂടി ആളുകൾ ആ കഥാപാത്രത്തെ ഗംഭീരമായാണ് സ്വീകരിച്ചത്. അടുത്തതായി രാജേഷ് പിള്ളയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അന്നുവരെ ഉണ്ടായിരുന്ന മലയാളത്തിലെ സ്റ്റീരിയോ ടൈപ്പുകളെല്ലാം പൊളിച്ചടുക്കിയ ട്രാഫിക്കിലെ രാജീവ് എന്ന കഥാപാത്രമാണ്. തുടക്കം മുതൽ അവസാനം വരെ വളരെ ത്രില്ലിംഗ് ആയി പോകുന്ന സിനിമയിൽ വളരെ സുപ്രധാനമായ ഒരു കഥാപാത്രമാണ് രാജീവ്. രാജീവ് കടന്നു പോകുന്ന മാനസികാവസ്ഥയും വൈകാരിക തലങ്ങളുമെല്ലാം വളരെ മനോഹരമായാണ് ആസിഫ് അലി അഭിനയിച്ച് ഫലിപ്പിച്ചിരിക്കുന്നത്. വളരെ പുതുമയുള്ള തിരക്കഥകളും വളരെ വ്യത്യസ്തമായ മേക്കിംഗ് രീതികളും കൊണ്ട് ശ്രദ്ധേയനായ ഒരു സംവിധായകനാണ് ആഷിഖ് കപൂർ. ആദ്യ സിനിമയായ ഡാഡി കൂളിന് ശേഷം ലാൽ, ശ്വേതാ മേനോൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ആഷിഖ് കപൂർ സംവിധാനം ചെയ്ത സോൾട്ട് ആൻഡ് പെപ്പറിലെ ഒരു സുപ്രധാന കഥാപാത്രമായിരുന്നു മനു രാഘവ്. കോളേജ് പഠനം പൂർത്തിയാക്കി ജോലി അന്വേഷിച്ച് നടക്കുന്ന കേരളത്തിലെ അന്നത്തെ കാലത്തെ യൂത്തന്മാരുടെ എല്ലാം ഐക്കണായിരുന്നു സോൾട്ട് ആൻഡ് പെപ്പറിലെ മനു രാഘവ്. ആ പ്രായത്തിലുള്ള ആൺകുട്ടികളുടെ വികൃതികളും ചെയ്തികളുമെല്ലാം ആസിഫ് അലി വളരെ രസകരമായാണ് സ്ക്രീനിലെത്തിച്ചത്. ജയമോഹൻ്റെ ഉറവിടങ്ങൾ എന്ന പുസ്തകം ഒഴിമുറി എന്ന പേരിൽ സിനിമയാക്കിയപ്പോൾ അതിലെ ശരത്ചന്ദ്രൻ എന്ന കഥാപാത്രം ആസിഫ് അലിയിലേക്ക് എത്തി. ഒരു പെർഫോമർ എന്ന നിലയിൽ ആസിഫ് അലിയെ വേറൊരു തലത്തിലെത്തിച്ച കഥാപാത്രമായിരുന്നു ശരത്ചന്ദ്രൻ. മധുപാലാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ആസിഫ് അലിയുടെ ഒരു വ്യത്യസ്ത മേക്ക് ഓവർ ആദ്യമായി നടത്തിയിരിക്കുന്ന സിനിമ ഒരുപക്ഷെ അപ്പോത്തിക്കിരി ആയിരിക്കാം. പ്രതാപൻ എന്ന കഥാപാത്രത്തിൻ്റെ വ്യഥകളും വികാരങ്ങളുമെല്ലാം ആസിഫ് അലി തൻ്റെ അഭിനയത്തിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് മാധവ് രാമദാസ് ആണ്. അടുത്തത് സപ്തമശ്രീ തസ്കരാഹയിലെ ഷബാബാണ്. വൻ താരനിരയുള്ള സിനിമയായിരുന്നിട്ട് കൂടി ആസിഫ് അലിയുടെ കഥാപാത്രത്തെ ഇന്നും എല്ലാവരും ഓർത്തിരിക്കുന്നു. ജയിലിനുള്ളിൽ വെച്ച് കാണിക്കുന്ന ഇൻട്രോ സീൻ മുതൽ ആസിഫ് അലി വരുന്ന എല്ലാ സീനിലും അയാളുടേതായ ഒരു സിഗ്നേച്ചർ പതിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ കഥാപാത്രത്തിന് അത്രയേറെ സ്വീകാര്യത ഉണ്ടായത്. ആ കഥാപാത്രത്തിൻ്റെ നിർമ്മിതി അത്രയേറെ ശ്രദ്ധയോടെയാണ് അനിൽ രാധാകൃഷ്ണ മേനോൻ നിർവഹിച്ചിരിക്കുന്നത്. അടുത്തത് അമൽ, ചിത്രം സൺഡേ ഹോളിഡേ, സംവിധാനം ജിസ് ജോയ്. പ്രണയനൈരാശ്യം മൂലം നാട് വിടേണ്ടി വരുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥ കാഴ്ചക്കാരുടെ മനസ്സിൽ സിനിമയ്ക്കും അപ്പുറം യാഥാർത്ഥ്യമായി മാറിയത് ആസിഫ് അലിയുടെ വളരെ സ്വാഭാവികമായ അഭിനയം ഒന്നുകൊണ്ട് മാത്രമാണ്. ഒരു സാധാ മിഡിൽ ക്ലാസ് കുടുംബത്തിൽ ജനിച്ചു വളർന്ന അമൽ എന്ന ചെറുപ്പക്കാരനായി അദ്ദേഹം ജീവിച്ചു എന്നു തന്നെ പറയാം. ഇനി അടുത്തത് നൂഹുക്കണ്ണ്, ചിത്രം കാറ്റ്. പത്മരാജൻ്റെ ചെറുകഥയെ ആസ്പദമാക്കി മകൻ അനന്ത പത്മനാഭൻ എഴുതി അരുൺ കുമാർ അരവിന്ദ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ആസിഫ് അലി വളരെയധികം വ്യത്യസ്തമായൊരു രീതി ഭാഷയിലും വേഷവിധാനത്തിലും നടപ്പിലും ഇരിപ്പിലുമെല്ലാം വരുത്തിയിട്ടുണ്ട്. ആസിഫ് അലിയുടെ ഈ ചിത്രത്തിലെ പ്രകടനം കുറേയേറെ പ്രശംസിക്കപ്പെടുകയും ചെയ്തു. അടുത്തത് ഗോവിന്ദ് ബാലകൃഷ്ണൻ, ചിത്രം ഉയരെ, സംവിധാനം മനു അശോകൻ. ടോക്സിക് പ്രണയങ്ങളുടെ ഭീകരത മലയാളി പ്രേക്ഷകർക്ക് മുന്നിൽ വളരെ വ്യക്തമായി തുറന്നു കാണിച്ച ഒരു സിനിമയാണ് ഉയരെ. ആസിഫ് അലിയുടെ വൈകാരികമായ രംഗങ്ങളൊക്കെ വളരെ മികച്ചതായിരുന്നു. സ്ക്രീൻ സ്പേസ് കുറവാണെങ്കിലും ഈ സിനിമയിൽ ഗോവിന്ദ് എന്ന കഥാപാത്രത്തെ നമ്മൾ അത്രയേറെ വെറുക്കുന്നുവെങ്കിൽ അതാണ് ആസിഫ് അലി എന്ന നടൻ്റെ വിജയവും. അടുത്തത് SI കാർത്തിക് വാസുദേവൻ, ചിത്രം തലവൻ, സംവിധാനം ജിസ് ജോയ്. പതിവ് ജിസ് ജോയ് ചിത്രങ്ങളുടെ ഫീൽ ഗുഡ് ഫോർമുലയിൽ നിന്ന് മാറി ത്രില്ലർ സിനിമയായപ്പോൾ മലയാളി പ്രേക്ഷകർക്ക് ലഭിച്ച മറ്റൊരു വേറിട്ട കഥാപാത്രമായിരുന്നു SI കാർത്തിക്. കാരണം ഈ സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ വളരെ കൺട്രോൾഡായും കമ്പോസ്ഡായുമാണ് ആസിഫ് അലി അഭിനയിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് അജയചന്ദ്രനാണ്, ചിത്രം കിഷ്കിന്ധാകാന്ഡം, സംവിധാനം ദിൻജിത്ത് അയ്യത്താൻ. ലോ ഹൈപ്പിൽ റിലീസായി പിന്നീട് വളരെ വലിയ രീതിയിൽ സെൻസേഷനായി മാറിയ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായിരുന്നു കിഷ്കിന്ധാകാന്ഡം എന്ന ചിത്രം. ത്രില്ലർ സിനിമകൾക്ക് വേറെ തന്നെ ഒരു മുഖമുദ്ര ചാർത്തിക്കൊടുത്ത ഈ ചിത്രത്തിലെ അജയചന്ദ്രൻ എന്ന കഥാപാത്രം വളരെയധികം പ്രശംസ നേടിയിരുന്നു. വിജയരാഘവനോടൊപ്പം ആസിഫ് അലിയും പ്രകടനത്തിൽ മുന്നിട്ട് നിന്നപ്പോൾ പ്രേക്ഷകർ ഒന്നടങ്കം ഈ ചിത്രത്തെ ഏറ്റെടുത്തു. ഇനി അടുത്തത് CI വിവേക് ഗോപിനാഥ്, ചിത്രം രേഖാചിത്രം, സംവിധാനം ജോഫിൻ ടി ചാക്കോ.
കൂമൻ, തലവൻ എന്നീ സിനിമകൾക്ക് ശേഷം പോലീസ് വേഷത്തിലൂടെ ഒരിക്കൽ കൂടി പ്രേക്ഷകരെ ഞെട്ടിച്ചിരിക്കുകയാണ് ആസിഫ് അലി. ഈ സിനിമയിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനം വളരെയധികം പ്രശംസിക്കപ്പെടുന്നു. ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി ഫിലിം കൂടിയായ രേഖാചിത്രം വളരെ മികച്ച രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ആസിഫ് അലി എന്ന നടൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷനും ലൈനപ്പുകളും വീണ്ടും ചർച്ചയാവുന്നു. ഇതുപോലെ നിങ്ങൾക്ക് തോന്നിയ വളരെ വ്യത്യസ്തമായി ആസിഫ് അലി ചെയ്ത കഥാപാത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്.